പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് മാർച്ച് 28 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പീഡാനുഭവവാരത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കുക. ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടാൻ പോകുന്നെന്ന് വേണം വിശ്വാസി കരുതാൻ. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്ന് പറയരുത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഞാൻ ദൈവത്തിനോട് അധികം അടുക്കണില്ല, അധികം അടുത്ത അപകടമാണ്, അധികം അടുത്ത സങ്കടമായിരിക്കും. എൻ്റെ മക്കളെ അടുത്താലും അടുത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ഭാരങ്ങൾ അവനവൻ വഹിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യർ 6:5 എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. അപ്പൊ നിങ്ങൾ പറയും, ദൈവത്തോട് ഞാൻ അടുക്കത്തില്ല, ദൈവത്തോട് അടുത്താൽ കുരിശായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിലും കുരിശായിരിക്കും. എന്താ? അതായത് എൻ്റെ വിഷയം ഇതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ പേടിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഈ മിശാചരിത്രം പണ്ട് ജീസസ് എന്നും പറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ട് 75 സിനിമ, ജീസസ് മലയാള സിനിമയാണ്. അതിനുശേഷം പിന്നെ മിശാചരിത്രം വന്നു, പിന്നെ ജീസസ് നാസറത്ത് വന്നു, പിന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വന്നു, പിന്നെ അവസാനം പാഷൻ ഓഫ് ക്രൈസ്റ്റ് വന്നു. ഇപ്പോഴും അടുത്ത സിനിമ ഈശോയെക്കുറിച്ച് വരാൻ പോകും. ഇപ്പം ജീസസ് ഞാൻ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചൊരു സംഭവം അറിയാവാ. ഈ കുരിശ് കാണുമ്പോൾ കർത്താവ് ഇങ്ങനെ 2 കൈയോടും കോരിയെടുത്ത് ഇതിനെ ചുംബിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാഴ്ച, എൻ്റെ മനസ്സിന് മറക്കാത്തൊരു കാഴ്ചയാണ്. കുരിശിനോടുള്ള ക്രിസ്തുവിൻ്റെ ഒരു സമീപനമേ ഒരു വല്ലാത്ത സമീപനമാണ്. ഇപ്പം നിങ്ങൾ കുരിശല്ല പ്രശ്നം. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല എന്താണ്? ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടുമെന്ന് ഓർക്കണം. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്നല്ല ഓർക്കേണ്ടത്. അത് പിശാചൻ അങ്ങനെ ഓർക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചിലത് ജീവിതത്തിൽ കുരിശായിരിക്കും. നമ്മൾക്ക് അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്താണ്? കനത്ത തോളുണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതാണ് ഈശോ പറയണത്, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ. ഇപ്പം രണ്ടാമത്തെ ഈശോ ഗെത്സെമനി പോയി പറഞ്ഞത് എന്താ? രണ്ടാമത് ഈശോ ഗെത്സെമനി പോയി പ്രാർത്ഥിക്കണത് എന്താ? രണ്ടാമതും മൂന്നാമതും അത് തന്നെ പറയണത്, വാക്കിലൊന്നും മാറ്റമൊന്നും ഇല്ല. മത്തായി 26:42 രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു. എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അതാണ് സാധനം. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് ഏറെക്കുറെ ഈശോ കിട്ടിയിട്ടുണ്ട്. ജീസസ് നോ ഓപ്ഷൻ, ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥന ഈശോ ചേഞ്ച് ചെയ്യാൻ കണ്ടില്ലേ? എന്താ? ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. കുരിശ് മാറ്റുക എന്നതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത തോളുണ്ടാക്കണതാണ് പ്രശ്നമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഈശോ ഉണ്ടാക്കിയത്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ, അതാണ് കനത്ത തോള്. അവിടെ വെച്ചാണ് ഈശോ കുരിശ് ചുംബിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ
രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശ്, അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 2-3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി മനസ്സ്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല. അതുങ്ങൾ ആ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റിറ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റർ ജീവിക്കണില്ലേ. അവരുടെ വ്രതത്തിലൂടെയാണ് വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം. ഒരു കുരിശ് നമ്മൾ പറയണത് കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നല്ല പറയണത്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നാണ് പറയണത്. അല്ല, കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? വിശുദ്ധ കുരിശിൻ്റെ എന്ന് വെച്ചാൽ ഒരു കുരിശ് പിതാവിൻ്റെ പേരിലെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് അത് വിശുദ്ധ കുരിശായത്. അതാണ് ഈശോ പറയണത്, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് വിശുദ്ധ കുരിശായി. ഈശോയുടെ കുരിശ് ഈശോ അത് പിതാവിൽ നിന്ന് സ്വീകരിച്ച കാരണം ആ കുരിശ് വിശുദ്ധ കുരിശായി. 2 കള്ളന്മാരുടെ കുരിശുണ്ട് അവിടെ, അത് വിശുദ്ധ കുരിശല്ല, സാധാരണ കുരിശാണ്. അത് ശാപം പിടിച്ച കുരിശ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ ഒരു സങ്കടത്തെ, ഒരു സഹനത്തെ ശാപമായിട്ട് എടുക്കാം, അതേസമയം വിശുദ്ധ കുരിശായിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഉയർപ്പ് സുനിശ്ചിതമാണ്. ഇപ്പോൾ ഓട്ടിസം പിടിച്ച ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുന്നത് നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്, 1 അല്ല 2 പ്രാവശ്യം. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ചുംബിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങളെ രോഗികളെ, നേഴ്സുമാർ, എന്തുമാത്രം നേഴ്സുമാർ അവിടെ എഴുതിയിരിക്കണേ. അപ്പോൾ അവരാ രോഗികളെ പോയി കാണുമ്പോൾ അവരെ കർത്താവ് നമുക്ക് ശുശ്രൂഷിക്കുമ്പോൾ അവരെ ആദരവോടെയാണ് അതിനോട് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ കുരിശാണെന്ന രീതിയിൽ ആദരവോടെ. അപ്പം അത് എല്ലാ കാര്യവും ഇങ്ങനെ വീടുകളിലാണെങ്കിലും നമുക്ക് ക്ലേശം പിടിച്ച വിഷയങ്ങൾ ചെയ്യുമ്പോൾ ആ കുരിശിനെ നിങ്ങൾ വിശുദ്ധ കുരിശാക്കണം. എങ്ങനെയാണ്? സാധാരണ കുരിശായിരിക്കും. രോഗിയായ അമ്മുമ്മ വീട്ടിൽ കിടക്കുകയല്ലേ, സാധാരണ കുരിശാണത്. പുറം മുള്ളും എല്ലാം കട്ടലയിലാണ്, കുരിശാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും മലവാടി ചത്താൽ മതിയായിരുന്നു എന്ന് പറയും ഇവർ. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു പോകും മനുഷ്യൻ. പക്ഷേ എന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കർത്താവേ ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുരിശാക്കി മാറണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം നിത്യത നമുക്ക് ഉറപ്പായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ എല്ലാം വിശുദ്ധമാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും